ഹിന്ദു ഐക്യവേദി നേതാവ് സന്ദീപ് തമ്പാനൂർ പ്രശാന്ത് ശങ്കരമംഗലത്തിനൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ചോദിക്കൂ, പിന്നിൽ എന്താണ്? അതായത് കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കുന്നു. രഹസ്യമായല്ലെങ്കിലും ഇത്തരം വിഷയങ്ങൾ വീണ്ടും സജീവതയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? പിന്നിലെന്ത്? 2018 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാന്നാറിൽ വെച്ചൊരു പോലീസ് സ്റ്റേഷൻ, മാന്നാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മാന്നാറിലെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ച് ഒരു കാറ് മാരകായുധങ്ങൾ കൊണ്ട് തല്ലി തകർത്തു എന്നതാണ് കേസ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഒ രാജഗോപാൽ മുതിർന്ന BJP നേതാവ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കുന്നത്? ഇത് അങ്ങേറ്റം ജനാധിപത്യത്തോടും അല്ലെ ഭക്തജനങ്ങളോടുള്ള കടുത്ത അവഗണനയാണ്. പിണറായി സർക്കാർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ ഇവിടുത്തെ ഭക്തജന സമൂഹത്തോട് ഈ സർക്കാർ ചെയ്തത്, ആ നയത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. അത് 7 കൊല്ലം കഴിഞ്ഞിട്ട് 2018 നടന്ന സംഭവമാണ്. 7 കൊല്ലം പിന്നിടുമ്പോഴും സർക്കാർ വൈരാഗ്യബുദ്ധി തുടർന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ശക്തമായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടും ഹിന്ദുക്കളോടുള്ള സമീപനം ഇടതുപക്ഷ സർക്കാർ മാറ്റിയിട്ടില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ പ്രതിഫലനം കൂടി ചേർത്ത് ഹൈന്ദവ സമൂഹം സംഘടിതമായി ഇടതുപക്ഷ സർക്കാരിനെതിരെ രോഷാഗ്നി ഉയർത്തും എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി കരുതുന്നത്. പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നു. ബിന്ദു അമ്മിണിയെയും അതോടൊപ്പം തന്നെ കനകലതയും പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം ആ വേദനയിലാണ് ഭക്തർ പ്രതിഷേധം നടത്തുന്നത്. അതായത് അതും നാമജപ പ്രതിഷേധ ഘോഷയാത്ര എന്നായിരുന്നു അതിൻ്റെ പേര്. നാമജപം നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ നിരവധി കേസുകളാണ് എടുത്തിരിക്കുന്നത്. ആ സമാനമായ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത്തരം കേസുകളും എടുത്തിരിക്കുന്നത്. അതും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെയും അതോടൊപ്പം മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാലിനെതിരെയുമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ രണ്ടിൻ്റെയും പ്രായപരിധി നമുക്ക് എടുത്തു പറയേണ്ടത് ഒ രാജഗോപാൽ 96 വയസ്സ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു 90 വയസ്സ് അല്ലെങ്കിൽ 85 വയസ്സിനടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹമാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർ തല്ലിപ്പൊളിച്ചു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ PS ശ്രീധരൻപിള്ളയും. തികച്ചും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളുമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് മറ്റ് ഇതര മതസമൂഹങ്ങളുടെ കാര്യം വരുമ്പോൾ ഗവൺമെൻറ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാതെ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഇവിടെ യാതൊരു സന്ധി സംഭാഷണവുമില്ലാതെ ഏകപക്ഷീയമായി ഇത്തരം കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കളെപ്പോലും തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന KP ശശികല ടീച്ചർക്കെതിരെ ഏതാണ്ട് 1000-ലധികം കേസുകൾ എടുക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയവും പൈശാചികവുമായ ഈ സർക്കാരിൻ്റെ ഈ നടപടി ഹിന്ദു സമൂഹത്തോടുള്ള കടുത്ത അവഗണനയാണ്, വെല്ലുവിളിയാണ്. ഇതിനെതിരെ ശക്തമായ ഭക്തജന പ്രതിഷേധം ഉയർന്നു വരും. ഈ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപക അക്രമങ്ങൾ നടന്നിരുന്നു. റോഡുകൾ, അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ തല്ലി തകർക്കുക, വാഹനങ്ങൾ തല്ലി തകർക്കുക, അങ്ങനെ വ്യാപക പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസെല്ലാം എഴുതിത്തള്ളിയിരുന്നു. ആ എഴുതിത്തള്ളിയ സർക്കാരാണ് ഇപ്പോഴും ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രതികാര നടപടി വെച്ചു പുലർത്തുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഹിന്ദുക്കളോടുള്ള സമീപനമാണിത്. നമുക്കറിയാം, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ എത്രയോ അധികം ഫോറസ്റ്റ് ഓഫീസുകൾ ഇവിടുത്തെ ഗാർഡൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ നിരവധിയായിട്ടുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്ത് ഇവിടെ അക്രമം നടന്നു. ആ അക്രമം നടന്നതിന് ആ കേസുകൾ പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ആ കേസുകളൊക്കെ പിൻവലിച്ചു. ഇത്തരത്തിൽ ഗവൺമെൻറ് എപ്പോഴും ആരാണോ പ്രതിഭാഗം നിൽക്കുന്നത് അതിൻ്റെ മതം നോക്കിയിട്ടാണ് പലപ്പോഴും ഇത്തരം കേസുകൾ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹൈന്ദവ സമൂഹം ഇവിടുത്തെ 2ാം തരം പൗരന്മാരായി മാറുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുവാൻ സാധിക്കുന്നത്.